ഇനിയിപ്പോ നമുക്ക് കുട്ടിത്താരത്തിനുള്ള സമയമാണ്. അപ്പോ ആരാണ് ഇന്നത്തെ കുട്ടിത്താരം എന്നറിയണ്ടേ? ഒരു കൊച്ചു മെടിക്കാണ് ഇന്നത്തെ നമ്മുടെ കുട്ടിത്താരം. ഒരു 3ാം ക്ലാസ്സുകാരി ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അതും വെറും പുസ്തകമൊന്നുമല്ല, ഒരു യാത്രാ വിവരണം. എഴുത്തിലേക്ക് എത്തിയതാകട്ടെ അതിലെ രസകരമായ രീതിയിലും. എഴുത്തുകാർ എന്തെന്ന് പോലും അറിയാത്ത ഒരു കുട്ടി എഴുത്തുകാരെ കാണാൻ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പോകുന്നു. അവിടെ വെച്ച് എഴുത്തുകാരെ കാണുന്നു, എഴുതി തുടങ്ങുന്നു. അപ്പോ കേട്ടപ്പോ തന്നെ ഒരു ആകാംക്ഷ, ഒരു തോന്നില്ലേ ആരാണ് ആ കുട്ടിത്തരം എന്നറിയാൻ. അപ്പൊ നമുക്കറിയാം, NSK ഇന്റർനാഷണൽ സ്കൂളിലെ 3ാം ക്ലാസ്സുകാരി സാര മേരി സാജന്റെ എഴുത്തിലേക്കുള്ള യാത്ര. On the road, as soon as we got in the car, Dad started singing his crazy song. Me and my friend started dancing in the bus. സേറ ഒരിക്കൽ അച്ഛനോട് ചോദിച്ചു, ഈ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് യഥാർത്ഥ മനുഷ്യരാണോ? അതേ എന്ന മറുപടി ലഭിച്ചപ്പോൾ നേരിട്ട് കാണാൻ കഴിയുമോ എന്നായി ചോദ്യം. ഞാനാണെങ്കിൽ പറഞ്ഞു നമുക്ക് കാണാവോന്ന്. അന്നേരം ബച്ച് പറഞ്ഞു നമുക്ക് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലോട്ട് പോകാമെന്ന്. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് നേരിട്ടെത്തി സേറ സംശയം തീർത്തു. അതെ, എഴുത്തുകാർ യഥാർത്ഥ മനുഷ്യർ തന്നെ. സേറയുടെ ഇപ്പോഴത്തെ ആഗ്രഹം കുറെ എഴുതണമെന്നാണ്. എഴുതി എഴുതി ഒരു വലിയ എഴുത്തുകാരിയാകണം. ഇനി ഞാൻ എഴുതാൻ വിചാരിക്കുന്ന എൻ്റെ ബർത്ത്ഡേ പാർട്ടീൻ്റെ പറ്റിയാണ്. പിന്നെ കുറേ സ്കൂളിൻ്റെ പറ്റിയും ബാക്കി എല്ലാ കാര്യങ്ങളെ പറ്റിയും എഴുതണം എന്നാണ് എൻ്റെ ആഗ്രഹം. തുടർന്നാണ് കുട്ടി സേറ ഒരു ട്രിപ്പ് പോയത്. ഇതോടെ ഒരു യാത്രാ വിവരണം എഴുതാനായി ആഗ്രഹം. ഭംഗിയായി എഴുതിയാൽ പബ്ലിഷ് ചെയ്യാമെന്ന് അച്ഛനും. അങ്ങനെ ദ മിസ് അഡ്വഞ്ചേഴ്സ് ഓഫ് നീള എന്ന കുഞ്ഞ് യാത്രാ വിവരണം പുറത്തിറങ്ങി. ആ ബുക്കിൽ മോള് അവളുടേതായ രീതിയിൽ വരച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അതിനെ ഒന്നുകൂടി കുറച്ചുകൂടി ഇതാക്കി വരച്ചു കൊടുത്തു എന്നുള്ളതാണ്. പിന്നെ ആൾ പറഞ്ഞു തന്നു ഇന്ന പോലെ എന്ന് വരച്ചു തരണേമെന്ന് പറഞ്ഞു. അപ്പം അതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് ബുക്കിലെ കോൺട്രിബ്യൂഷൻ. പത്തനംതിട്ട കൈപ്പട്ടൂർ സ്വദേശികളായ സാജൻ പാപ്പച്ചൻ, മെർലിൻ സാജൻ ദമ്പതികളുടെ മകളാണ് സേറ. NSK ഇന്റർനാഷണൽ സ്കൂളിലെ 3ാം ക്ലാസ്സുകാരി. ചെറുപ്പം മുതൽ എഴുത്തിനോടും കഥകളോടുമുള്ള സേറയുടെ താല്പര്യം മനസ്സിലാക്കി രക്ഷിതാക്കളും ഒപ്പം നിന്നു. സേറയുടെ യാത്രാവിവരണം ബുക്കായി എത്തിയതോടെ നാട്ടിലും സ്കൂളിലുമെല്ലാം സേറയായി താരം. പിന്നാലെ അധ്യാപകരുടെയും കൂട്ടുകാരുടെയും പ്രോത്സാഹന വർഷവും. Every seconds feel like a minute, every minute feels like an hour, every hour feels like an old, and we want food. സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് സേറയുടെ ബുക്ക് പബ്ലിഷ് ചെയ്തത്. അമ്മ മെർലിൻ പടം വരച്ച് സഹായിച്ചു. അച്ഛന്റെ ഭാഗത്തു നിന്നും ചെറിയ എഡിറ്റിംഗും. കുട്ടികളിലെ ക്രിയേറ്റീവ് എനർജി ഉണർത്തുന്നതിനായി മാതാപിതാക്കൾ തന്നെ മുന്നിട്ടിറങ്ങണമെന്നാണ് സേറയുടെ അച്ഛന്റെയും അമ്മയുടെയും അഭിപ്രായം. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ ഒരു മാതൃക മുന്നിൽ വെച്ചത് മറ്റു കുട്ടികൾക്ക് അതൊരു പ്രേരണയാകാൻ വേണ്ടിയാണ്. നമ്മൾ ഇത്തിരി നേരം കുട്ടികളോടൊപ്പം സമയം ചെലവാക്കാൻ തയ്യാറായാൽ നമ്മുടെ കുട്ടികളിൽ എന്തോരം കഴിവുകളുണ്ട്. ആ കഴിവുകളെ അങ്ങേയറ്റം വളർത്തിയെടുക്കാൻ സാധിച്ചാൽ, അതിലേക്ക് നമുക്ക് കുട്ടികളെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ സാധിച്ചാൽ ഇപ്പം നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും അതൊരു സൊല്യൂഷൻ ആവും. എഴുതാനാണ് സേറയുടെ തീരുമാനം. നിറയെ വായിക്കണം, അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയാകണം. കൂടെ നിൽക്കാൻ അച്ഛനും അമ്മയ്ക്കും പുറമെ എല്ലാ പ്രിയപ്പെട്ടവരുമുണ്ട്. 8ാം വയസ്സിൽ ഒരു പുസ്തകം പുറത്തിറക്കിയ സേറ നിശ്ചയമായും വലിയ എഴുത്തുകാരിയാകട്ടെ. സേറയോടൊപ്പം ടീം ന്യൂസ് മലയാളം, പത്തനംതിട്ട. ഒരുപാട് കുട്ടികൾക്കുള്ള പ്രചോദനമാണ് സേറ. അതുപോലെ തന്നെ ഒരുപാട് രക്ഷിതാക്കൾക്കുള്ള പ്രചോദനമാണ് സേറയുടെ മാതാപിതാക്കളും. അപ്പോ സേറക്കുട്ടി പറഞ്ഞതുപോലെ ആഗ്രഹം പോലെ വലിയൊരു എഴുത്തുകാരിയായിട്ട്